തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിലും. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വിവിധ സമയങ്ങളിൽ ചികിത്സയ്ക്കെത്തി 8 കുട്ടികളിലാണ് വയറിളക്കവും ഛർദിലും ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടികളെല്ലാവരും ആശുപത്രി പീഡിയാട്രിക് വിഭാഗം വാർഡിൽ ചികിത്സയിലിരുന്നവരാണ്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്കാണ് കുട്ടികളിൽ വയറിളക്കവും ഛർദിലടക്കമുണ്ടായത്. ഡ്യൂട്ടി നഴ്സിനോട് വിവരം പറഞ്ഞെങ്കിലും ഡോക്ടർ എത്തി പരിശോധന നടത്തിയത് ഇന്ന് ഉച്ചയോടുകൂടിയെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. നിലവിൽ കുട്ടികളെ പീഡിയാട്രിക് വാർഡിൽ നിന്ന് മാറ്റി മറ്റൊരു വാർഡിലേക്ക് മാറ്റി ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതേസമയം ഈ കുട്ടികളൊന്നും തന്നെ ഒരേ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചവരോ അല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിനെ പോലും ഇപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. സംഭവം അറിഞ്ഞ് DMO സ്ഥലത്തെത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. തുടർന്ന് പരിശോധന നടത്തി സമീപത്തെ കടകളിലെ ആഹാര സാമ്പിളുകൾ എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണമാണ് ഇത്തരത്തിൽ കുട്ടികളെ രോഗികളാക്കിയതെങ്കിൽ അത്തരം സാമ്പിളുകൾ കണ്ടെത്താനും ബുദ്ധിമുട്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം പീഡിയാട്രിക് വാർഡിൽ കുട്ടികൾക്ക് നൽകാൻ ORS ലൈനി കലക്കി കരുതി വെക്കുന്ന ബോട്ടിലെ പായലും വൃത്തിഹീനതയും ഒക്കെ രോഗം പടരാൻ ഇടവരുത്തിയോ എന്നതും ഇപ്പോൾ സംശയമുണ്ട്. മാത്രമല്ല കുട്ടികളിൽ ആവിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ട്യൂബും പലപ്പോഴും മാറ്റാറില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് കുട്ടികൾക്ക് ഛർദിലേക്ക് തുടങ്ങിയത്. 8 കുട്ടികളാണ് മൊത്തം ഛർദിലും ലൂസ് മോഷനായിട്ട് ഇപ്പം ഈ വാർഡിലോട്ട് ഞങ്ങൾ മാറ്റിയത്. പീഡിയാട്രിക് വാർഡിൽ കടന്ന 8 കുട്ടികളാണ് ഇത് ഇത്രയും പേര്. ഇവരിൽ ആരും ഒരുമിച്ച് ഫുഡ് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുകയോ ചെയ്തവരല്ല. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചവരുണ്ട്, വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നവരുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ഹൈജീനിക്കിന്റെ പ്രശ്നമുണ്ട്. നമ്മളിവിടെ ORSന്റെ ഇതെടുത്ത് നോക്കിയപ്പോൾ അതിൽ പായൽ വരെ ഇരിപ്പുണ്ടായിരുന്നു. ORS കലക്കിയ ബോക്സ് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അതിന്റെ പീഡിയാട്രിക് വാർഡിൽ മാത്രമുള്ള ഹൈജീനിക് പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. ഇന്നലെ രാത്രി മോള് ഛർദ്ദിച്ചതിന് ശേഷം ORS കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് തുറന്നു നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ കറുത്ത് പായൽ ഫുൾ അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടപ്പിലും അതിന്റെ അകത്തും എല്ലാം പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വയറ്റിളക്കല്ല, ഛർദിലായിരുന്നു. ഇന്നലെ രാത്രി 2 മണി മുതലായിരുന്നു. 2 മണിക്ക് ഛർദിച്ചു. അങ്ങനെ നേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞു ഡോക്ടറൊന്നുമില്ല, രാവിലെ ആവട്ടെ, രാവിലെ ഇഞ്ചക്ഷൻ എന്തായാലും കൊടുക്കാന്ന് പറഞ്ഞു. അവര് ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ അത്രയും നേരം 6 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു മോനെ വെച്ചുകൊണ്ട്. മോന് നല്ല വയറുവേദനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മണി ആയപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്കും പോലെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്, റാൻഡാക്കിന്റെ ഇഞ്ചക്ഷൻ. അല്ല, ഞങ്ങൾ വീട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്നാണ് വെള്ളവും ഫുഡൊക്കെ വീട്ടിൽ നിന്നാണ്. പിന്നെ പുറത്തുനിന്ന് ഇന്നലെ മേടിച്ചായിരുന്നു രാത്രിയിൽ. പക്ഷെ 7 പേർക്കുണ്ടായിരുന്നപ്പോൾ സംശയം ഉണ്ടായിരുന്നു.